ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. യാത്ര കഴിഞ്ഞു, ഉറങ്ങിപ്പോയി. കാറിലിരുന്നിട്ട് നമ്മളുടെ സ്ലോട്ടർ ഹൗസ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത ഒരാഴ്ചക്കടുത്ത് നമ്മൾ ഇവിടെ ആയിരിക്കും. എന്താവും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. നമ്മൾ അന്നൊരു 3 ദിവസം ഇൻറ്റേൺഷിപ്പിന് വന്നില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ് സ്റ്റേ അടിച്ചത്. ഇതൊരു പട്ടിക്കാടാണ്, പക്ഷേ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കുമിഞ്ഞുകൂടും. അന്ന് വന്നപ്പോൾ ഞങ്ങളുടെ കാറ് മാത്രം ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരും കൂടി ഇവിടെ താമസമുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ. ഞങ്ങൾ വരുന്ന വഴിയിലായാലും കുറേ ആൾക്കൂട്ടങ്ങളെ കണ്ടു. ട്രാവലേഴ്സ്, അതായത് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ യൂറോപ്യൻസിനുള്ളൊരു കലാപരിപാടി ഉണ്ടല്ലോ, നിറച്ച് ആൾക്കാർ അടിച്ചു പൊളിക്കുന്ന പരിപാടി. റേറ്റ് ബോർഡുകൾ ഞാൻ ചെറിയതൊക്കെ കണ്ടായിരുന്നു, റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കാറുള്ളതിൻ്റെ പേരിൽ നമ്മൾ തെണ്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻറ്റേൺഷിപ്പിൻ്റെ ഓരോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. സെയിം സ്ഥലം. അപ്പോൾ നമ്മൾ കയറുന്നു. ഇന്ന് റെസ്റ്റ് എടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഞാൻ കാറി കിടന്ന് പുഷ്പം പോലെ കിടന്നുകൊണ്ട് ഉറങ്ങി. ആദ്യം ഉറങ്ങാൻ പറ്റില്ല, കാരണം കുറേ കോളുകളുണ്ടായിരുന്നു ജോലി സ്ഥലത്ത്. നമ്മളുള്ള സമയത്ത് നമുക്ക് കോളൊന്നും വരില്ല, ഇല്ലാത്ത സമയത്ത് ഒരു ലോഡ് കോള് വരും. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇഷ്ടം പോലെ കോളുകൾ വന്നു. കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ജോലി പോയാൽ പോയി, പോവാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഞാനപ്പോൾ അവിടെ മുട്ടേനോടെ നിർത്തിയിട്ടുണ്ട്. മുട്ട ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, 10 മിനിറ്റ് ഇതെന്താ ചെയ്യേണ്ടത്, അതെന്താ ചെയ്യേണ്ടത്, ഇവരത് ചോദിച്ചു, ഇവരിത് ചോദിച്ചു. എന്തൊക്കെയോ നടക്കുന്ന പോലെയൊക്കെ നടക്കട്ടെ. ഞാൻ എന്തായാലും എത്തിയിട്ടുണ്ട്. എൻ്റെ റൂം നമ്പർ 105 അന്നാണ് പുതിയൊന്നും പൂവില്ലായിരുന്നു. ഇന്നത്തെ പൂവായിട്ടുണ്ട്. ഇവിടെ പുതിയൊരു പൂവ് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഉള്ളിൽ കയറട്ടെ, സാധനങ്ങളൊക്കെ ഇറക്കട്ടെ. നമ്മുടെ യൂഷ്വൽ പെട്ടി കാര്യങ്ങളൊക്കെ പിന്നെ ഞാനും. യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുറി കയറി സാധനങ്ങളൊക്കെ വെച്ചു. മുറിയൊക്കെ പിന്നെ കാണിച്ചു തരാം. വിശപ്പ് നമുക്ക് അടക്കണമല്ലോ. അപ്പോൾ നേരെ പുറത്തിറങ്ങി തെണ്ടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാർ ടൗൺഷിപ്പിലൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇതൊരു സോംബിലാൻഡ് പോലെ ഒരു മനുഷ്യക്കുഞ്ഞില്ലായിരുന്നു. ഇന്നിപ്പോൾ വന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത് ജൂറക് ടിപ്പിക്കൽ പോളിഷ് സൂപ്പ് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയാൻ പാടില്ല. ഇതെങ്ങനെ ഇരിക്കും. ഇതിന് നമ്മൾ 22 സ്ലോട്ട് കൊടുത്തു. അതേപോലെ ഇത് ചെറി എന്തോ, അതെ, ആ ലെമണേഡ്. പിന്നെ കുറച്ച് ഫ്രൈസ് അവിടെ ഉണ്ട്, കുഞ്ഞി ഫോർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഏപ്രിൽ ഫിറ്റ്സ് റൈറ്റ്, അതും ഉണ്ട്. ഞാൻ പിന്നെ ഇന്ന് ഫുഡ് അധികം ആർഭാടായി കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇത് മേടിച്ചാൽ, അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലും കുടിക്കാൻ മേടിച്ചാലേ. ഇത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് ഇനിയും തണ്ടണം. എക്സ്പ്ലോറിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ മൈൻഡ്. നാളെ തൊട്ട് നമ്മൾ കശാപ്പ് ശാലയിൽ കയറുന്നതായിരിക്കും. സമയം രാത്രി 9:15 ഈ സ്ട്രീറ്റ് നിറച്ച ആൾക്കാർ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. കടകൾ നിറച്ച് കണ്ടില്ല. ഇതന്ന് ഞാൻ ഈ പോയ സമയത്ത് ഇവിടെ മുഴുവൻ അടച്ച് പൂട്ടി പൊടി പിടിച്ചടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം നിറച്ച ആൾക്കാരായി, നിറച്ച് കടകളായി. റേറ്റ് വലിയ ഇതൊന്നുമില്ല. നമ്മുടെ അവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫുഡ് കഴിഞ്ഞു. വയറ് ഫുള്ളായോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയല്ലോ. നാളെ തൊട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കും. ഇന്നത്തെ കാര്യം ഇങ്ങനെ പോട്ടെ. വെള്ളം കുപ്പി മേടിച്ചില്ല, അതാണ് പറ്റിപ്പോയത്. ഞാൻ എടുത്തതാണ്, കാറിൻ്റെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇറക്കി വെച്ചു. അതിപ്പോൾ ഒരു പണിയായി. വെള്ളം എവിടെന്നേലും ഒപ്പിക്കണം. ഇവിടുന്ന് പൈപ്പിൽ നിന്ന് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കൊന്നുമില്ല. ചിലപ്പോൾ ഗതികെട്ട് അത് തന്നെ അവസാനം ചെയ്യും. അപ്പോൾ എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോവാം. പോയി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. നമ്മുടെ റിസോർട്ട് വരുന്നത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ആ മരങ്ങളുടെ ഇടയിലായിട്ടാണ് നമ്മുടെ റിസോർട്ട് വരണേ. റിസോർട്ട് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പം അങ്ങനെ തന്നെ കാര്യങ്ങൾ. ഇനി പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഉറക്കമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. കാരണം ഓൾറെഡി 9 മണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ജോലി സ്ഥലത്തെ പരിപാടികൾ കഴിഞ്ഞു. അത് ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചു ഫോണിലൂടെ. ഞാൻ നമ്മുടെ മുട്ടയോട് വിളിച്ചു പറഞ്ഞ് എന്തൊക്കെ ചെയ്യണം, തീരുമ്പോൾ ലോക്ക് ചെയ്യണ പരിപാടികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ചെയ്തു. അങ്ങനെ എല്ലാം ശുഭമായിട്ട് അവസാനിച്ചു. ഞാനും ശുഭമാവാൻ പോവുകയാണെന്ന്. 1ാമത്തെ ദിവസം പകലായി. നമ്മൾ കശാപ്പ് ശാലയിലേക്ക് പോവുകയാണ്. അവിടെ എത്ര മണിക്കൂറുണ്ടെന്ന് അറിയാൻ പാടില്ല. ഇന്ന് ചെല്ലുമ്പോൾ ഡോക്യുമെൻറ്റ്സ് പരിപാടികളൊക്കെ വെരിഫൈ ചെയ്ത് നമ്മളെ അവർ ഇൻറ്റേൺഷിപ്പ് പരിപാടിയിലേക്ക് അങ്ങോട്ട് കയറ്റുന്നതായിരിക്കും. കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. എത്ര മണിക്കൂറാണെന്ന് അറിയില്ല. എന്നാലും നമ്മൾ പോകുന്നു. നമ്മൾ കൊല്ലണ്ട, നമ്മൾ കൊല്ലുന്നതിന് തംസപ്പ് കാണിച്ചാൽ മതി. അതുപോലെ കൊന്നു കഴിഞ്ഞിട്ട് ഓക്കെ ആണെന്ന് നോക്കണം. അതാണ് നമ്മുടെ പരിപാടി. പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇതിന് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പോയി
അവിടെ നിന്ന് ഡോക്യുമെൻ്റ് ഒപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഇയർ പാസ്സാക്കില്ല. അതുകൊണ്ടാണ് പോകുന്നത്. യൂണിവേഴ്സിറ്റിക്കാർ സ്ഥലം ഒപ്പിച്ചു തരും, പക്ഷേ ഇവിടുത്തെ ചിലവ് കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ നോക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. പിന്നെ അപ്പാർട്ട്മെൻറ്റ് പകൽ സമയത്തായാലും രാത്രി ആയാലും നല്ല ഭംഗിയാണ്. ഇവിടെ നെറ്റ് എന്ന് പറയുന്ന സാധനം നെഹി ഹേ, നെറ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഞാനുണ്ട്, ഇവിടെ 2 പേരുണ്ട്, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. 2 പേരും കൂടി ഉണ്ട്, അവർ വേറെ വഴിയാണ് വരുന്നത്. എന്തായാലും ഇന്നത്തെ പോക്ക് നടത്തട്ടെ. 3 പേർ, ലെറ്റ്സ് ഗോ. അപ്പോൾ പോകുന്നു. നമ്മൾ സ്ലോട്ടർ ഹൗസിലെത്തി. ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്, വേറെ ഓപ്ഷനില്ല. കാരണം നമ്മൾ മാത്രം കയറിയിട്ട് കാര്യമില്ലല്ലോ. പശുക്കൾ കയറി കട്ടിങ് കഴിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ പശുക്കളെ കയറ്റി ലൈനിൽ നിർത്തണം. ഇത് രണ്ടും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്ന് ഡ്രസ്സ് മാറി, അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഇത് മുഴുവൻ ഇറക്കി. കാരണം പുറത്ത് ചൂടായതുകൊണ്ടാണ് വേർത്ത് കുളിച്ചു. ഇനി ഒരു അരമണിക്കൂറോടെ നിൽക്കണം. അപ്പോൾ പശുവിനൊക്കെ ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കി അവിടെ ലൈനിൽ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോയി തൊട്ടും ചെക്കൊക്കെ ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടണം. അറിയാൻ പാടില്ല, പോയിട്ട് ചെയ്ത് നോക്കണം. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഒരു 4 മണിക്കൂർ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 150 പശു വന്നിട്ടുണ്ട്. ആ 150 പശുവിനെ കലാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോകും. 4-5 മണിക്കൂർ. അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെ ഒന്നും ഇന്നത്തേക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ 2 പേരുണ്ട്. പിന്നെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഉണ്ട്. മൊത്തം 2, 3, 4, 5, 6, 7, 8, 9, 10 പേരുണ്ട് ഇവിടെ. 10 പേരും ടീച്ചറും അടക്കം ഞങ്ങളെല്ലാവരും കൂടി പശുവിനെ മുഴുവൻ നോക്കാൻ പോകും. അതാണ് ഇന്നത്തെ പരിപാടി. നാളത്തെ പരിപാടി അറിയാൻ പാടില്ല. ഇന്നത്തെ പരിപാടി അങ്ങനെയാണ്. പശുവിനെ ഇറക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കാത്തിരിക്കുന്നു. അപ്പോൾ അത്ര തന്നെ ചൂട് സഹിക്കാൻ പറ്റുള്ളൂ. ഇത് ഉടായിപ്പ സാധനമാണെങ്കിലും PP കിറ്റ് നമ്മുടെ കൊറോണയുടെ സമയത്ത് ഇട്ട അതേ കിറ്റ്. ആദ്യത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസ് മൊത്തം തരും, മൊത്തം വെട്ടി നുറുക്കുക, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടി. 4-5 മണിക്കൂർ വെറുതെ കുത്തിമുറുക്കി അങ്ങോട്ട് ഇരുത്തി. ഇനി നമ്മൾ പോവുകയാണ്. 1ാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ല, നമ്മൾ നിൽക്കുന്ന റിസോർട്ടിലേക്ക്. കുഴപ്പമില്ലായിരുന്നു. ആകപ്പാടുള്ള പ്രശ്നം വെച്ചുള്ള ഒച്ചയും ബഹളമാണ്. ആ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മൾ പോവുകയാണ്. നമ്മളുടെ പേടകം റെഡിയാവുന്നു നമുക്ക് വേണ്ടി. ഇതൊക്കെ ഇവിടെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സ്ഥലങ്ങളല്ല, നമ്മുടെ കൂടെ ഇൻറ്റേൺഷിപ്പിന് വന്നേക്കുന്ന ആളുകൾ. നോമ്പും പോകട്ടെ, അത്രയൊക്കെ തന്നെ. അപ്പോൾ ശരി, ഈ വ്ളോഗിൽ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാറുള്ളതിൻ്റെ പേരിൽ നമ്മളിവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെത്തി. കാർ പാർക്ക് ചെയ്തു, നേരെ ഡിനോയിലേക്ക് പോകും. ഇവിടെ ബിദ്രോങ്ക കാര്യങ്ങളൊന്നുമില്ല, ഒരു പട്ടിക്കാടാണ്. ഇത് കാറുള്ളതുകൊണ്ട് മാത്രം എത്തിപ്പെട്ടതാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്തു. അപ്പോൾ എത്ര കിലോമീറ്റർ? 12 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇവിടേക്ക് ഒരു സാധനങ്ങൾ മേടിക്കട്ടെ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ വ്ളോഗിൽ ഇനി പറയാനില്ല. 1ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പറയാം. അപ്പം ശരി, ബൈ. വേറെ നല്ല വീഡിയോയിൽ കാണാം. വിശന്നിട്ട് കണ്ണു കാണാനൊന്നും കഴിച്ചിട്ടില്ല ഇത്രയും നേരമായിട്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞല്ലോ, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാറായി. ആകപ്പാടെ കഴിച്ച ബ്രെഡും ചീസും മാത്രം, അത്രയൊക്കെ തന്നെ. ഇവിടുന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടെങ്കിൽ സന്തോഷം. അപ്പം ശരി, ബൈ.